പറയുന്നത് റിലേഷണൽ ഓൾജിബ്രയും റിലേഷണൽ കാൽക്കുലസും ആയിരുന്നു. അതിനകത്തെ റിലേഷണൽ ഓൾജിബ്ര എന്താന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പഠിച്ചായിരുന്നു. ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് റിലേഷണൽ കാൽക്കുലസ്. ഇപ്പൊ റിലേഷണൽ ഓൾജിബ്രയും റിലേഷണൽ കാൽക്കുലസും ഫോർമൽ ലാംഗ്വേജസ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഫോർമൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SQL പോലത്തെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജുകൾ റിലേഷണൽ ഡേറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലാംഗ്വേജുകളാണ് നമ്മൾ ഫോർമൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തെ ഒരു ലാംഗ്വേജ് ആണ് റിലേഷണൽ കാൽക്കുലസ്. അതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. റിലേഷണൽ കാൽക്കുലസും റിലേഷണൽ ഓൾജിബ്രയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, റിലേഷണൽ കാൽക്കുലസ് നോൺ പ്രൊസീജിയറലും റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറലുമാണ്. എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓൾജിബ്രയ്ക്കകത്ത് എങ്ങനെയാണ് ഡേറ്റനെ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതേസമയം റിലേഷണൽ കാൽക്കുലസിനകത്ത് എന്ത് ഡേറ്റയാണ് റിട്രീവ് ചെയ്യുന്നത് അതാണ് പ്രധാനം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. എ കാൽക്കുലസ് എക്സ്പ്രഷൻ സ്പെസിഫൈസ് വാട്ട് ഈസ് ടു ബി റിട്രീവ്ഡ് റാദർ ദാൻ ഹൗ ടു റിട്രീവ് ഇറ്റ്. Therefore, the relational calculus is considered to be a non-procedural language. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ റിലേഷണൽ കാൽക്കുലസിനകത്ത് പ്രൊസീജിയറിനല്ല ഇമ്പോർട്ടൻസ്, ആ പ്രൊസീജിയർ യൂസ് ചെയ്ത് എന്ത് ഡേറ്റയാണ് റിട്രീവ് ചെയ്യുന്നത് അതിനാണ് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ. ഇനി റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാലോ, അവിടെ എങ്ങനെയാണ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത് ആ പ്രൊസീജിയറിനാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പൊ അതാണ് പ്രൊസീജിയറൽ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് റിലേഷണൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, റിലേഷണൽ ഡേറ്റാബേസിൽ നിന്നും നമുക്ക് ഡേറ്റകൾ റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ ക്വറി ലാംഗ്വേജ് ആണ് റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്നും അതുപോലെ തന്നെ ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ് എന്നും. ഇനി ഓരോന്നും എന്താന്നുള്ള കാര്യമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഒന്നാമത്താണ് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ്. ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിനകത്ത് കുറേയധികം സബ് പോയിന്റ്സ് വരുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ടപ്പിൾ വേരിയബിൾസ് ആൻഡ് റേഞ്ച് റിലേഷൻ, അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് ആൻഡ് ഫോർമുലാസ് ഇൻ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ്. അടുത്തത് വരുന്നത് ദ എക്സിസ്റ്റൻഷ്യൽ ആൻഡ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ്, പിന്നെ കുറച്ച് എക്സാമ്പിൾസ്. ഇത് കൂടാതെ കുറച്ചധികം ടോപ്പിക്കും കൂടെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. നിങ്ങളത് കൂടുതലായിട്ട് റെഫർ ചെയ്യുക. അതിനകത്ത് ഒന്നാമതായിട്ട് വരുന്നതാണ് ടപ്പിൾ വേരിയബിൾസ് ആൻഡ് റേഞ്ച് റിലേഷൻസ്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ റിലേഷണൽ ഓൾജിബ്രയ്ക്കകത്ത് നമ്മൾ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പഠിച്ചായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് സെലക്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്? അതായത് റിലേഷണൽ ഡേറ്റാബേസിനകത്ത് നിന്നും എന്തെങ്കിലും സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേയധികം റോസിനെ അല്ലെങ്കിൽ ടപ്പിൾസിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെലക്ട് എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ റിലേഷണൽ കാൽക്കുലസിനകത്ത് റിലേഷണൽ ടപ്പിൾ കാൽക്കുലസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു റിലേഷനകത്ത് നിന്നും ടപ്പിൾസിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ടപ്പിൾ കാൽക്കുലസ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും സെലക്ടിനകത്ത് പറയുന്ന പോലെ തന്നെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസിനെ ആയിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. പക്ഷെ രണ്ടിന്റെ ഫോർമാറ്റിലും അതിനകത്ത് വരുന്ന എക്സ്പ്രഷൻസിനകത്തൊക്കെ കുറച്ചധികം വ്യത്യാസമുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിലേഷനകത്ത് നിന്നും ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേയധികം റോസിനെ റിട്രീവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ടപ്പിൾ കാൽക്കുലസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. The tuple relational calculus is based on specifying a number of tuple variables. Each tuple variable usually ranges over a particular database relation, meaning that the variable may take as its value any individual tuple from that relation. അതായത് എന്താണ് ടപ്പിൾ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ റിലേഷണൽ ഡേറ്റാബേസിൽ നിന്നും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന റിലേഷനകത്ത് നിന്നും എന്തെങ്കിലും കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേയധികം ടപ്പിൾസിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ഇതിനകത്ത് വരുന്നത് ടപ്പിൾ വേരിയബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ടപ്പിൾ വേരിയബിളും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെയാണ് നമ്മുടെ ഈ സിൻടാക്സിനകത്ത് വരുന്നത്. അപ്പൊ ഈ സിൻടാക്സ് കൊടുത്തിരിക്കുന്നത് നോക്കി, നമ്മുടെ മാത്സിനകത്ത് പഠിക്കുന്ന പോലത്തെ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രേസസ് ഇല്ലേ, കേളി ബ്രേസസിനകത്ത് ടപ്പിൾ വേരിയബിളിനെ ഡിനോട്ട് ചെയ്തു, അത് കഴിഞ്ഞൊരു ബാർ കൊടുത്തു, അതായത് നമ്മുടെ സച്ച് ദാറ്റ് എന്ന് പറയുന്ന പോലത്തെ ബാർ കൊടുത്തു,
അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ എന്താണോ അത് സ്പെസിഫൈ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് പറയുന്ന ഒരു ക്വറിയുടെ ഫോം എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്ന് എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Where t is a tuple variable and condition of t is a conditional expression involving t that evaluates to either true or false for different assignments of tuples to the variables t. The result of such a query is the set of all tuples t that evaluate condition of t to true. These tuples are set to satisfy condition of t. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം ആണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ കേളി ബ്രേസസിനകത്ത് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ടപ്പിൾ വേരിയബിളിനെയാണ്. അത് കഴിഞ്ഞ് കൊടുക്കുന്നത്, അതായത് ഒരു കഴിഞ്ഞ് ബാർ കഴിഞ്ഞ് കൊടുക്കുന്നത് കണ്ടീഷനെയാണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി ഈ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത്, ട്രൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന റിലേഷനകത്ത് നിന്നും ആ കണ്ടീഷൻ ട്രൂ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് ഏതൊക്കെയാണോ അതിനെ റിട്രീവ് ചെയ്യുന്ന ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ടി എന്ന് പറയുന്ന ടപ്പിൾ വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന റിലേഷനകത്ത് നിന്നും ഈ പറഞ്ഞു കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്ന ടപ്പിൾസിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടപ്പിൾ വേരിയബിൾ എന്ന് പറയുന്ന ടീനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ടപ്പിൾസിനെ എപ്പോൾ മാത്രമേ റിട്രീവ് ചെയ്യത്തുള്ളൂ? ഈ കണ്ടീഷൻ എപ്പോഴൊക്കെയാണോ ട്രൂ ആയിട്ട് വരുന്നത് അപ്പോൾ മാത്രമേ ടപ്പിൾസിനെ പറഞ്ഞു കൊടുക്കുന്ന റിലേഷനകത്ത് നിന്നും റിട്രീവ് ചെയ്യത്തുള്ളൂ. ഇനി അങ്ങനെ കണ്ടീഷൻ ട്രൂ ആയിട്ട് റിട്രീവ് ചെയ്യുന്ന ആ ടപ്പിൾസിന് പറയുന്ന പേരാണ് സാറ്റിസ്ഫൈ കണ്ടീഷൻ ഓഫ് ടി എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും ഏതൊക്കെ എംപ്ലോയീസിന്റെ ആണോ സാലറി 50,000-ൽ കൂടുതലുള്ളത് ആ ആൾക്കാരുടെ എല്ലാം ഡീറ്റെയിൽസ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് യൂസ് ചെയ്തിട്ടാണ്? ടപ്പിൾ കാൽക്കുലസ് യൂസ് ചെയ്തിട്ട്. ഇവിടെ നോക്കുക, ആദ്യമേ നമ്മൾ ടി എന്ന് പറയുന്ന നമ്മുടെ ടപ്പിൾ വേരിയബിളിനെ ഡിനോട്ട് ചെയ്തു. എന്തിനു വേണ്ടി ടി കൊടുത്തിരിക്കുന്നത്? നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റിലേഷനകത്തെ ട്രൂ ആയിട്ട് വരുന്ന ടപ്പിൾസിനെ എല്ലാം റിട്രീവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ടി എന്ന് പറയുന്ന ഒരു ജനറൽ ഫോം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാർ ഓപ്പറേറ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തു? എംപ്ലോയി ഓഫ് ടി. ഇവിടെ എംപ്ലോയി ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ അല്ലെങ്കിൽ റേഞ്ച് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ബൂളിയൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള ആൻഡ്. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടപ്പിൾ വേരിയബിൾ ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 50,000. എന്താ കൊടുത്തിരിക്കുന്നത്? എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും സാലറി 50,000-ൽ കൂടുതലുള്ള റോസിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടി എന്ന് പറയുന്നത് ടപ്പിൾ വേരിയബിളും എംപ്ലോയി എന്ന് പറയുന്നത് റേഞ്ച് റിലേഷനുമാണ്. ഇനി സാലറി എന്ന് പറയുന്നത് എന്തായിരിക്കും? എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്തെ ഒരു ആട്രിബ്യൂട്ട് ആണ് സാലറി എന്ന് പറയുന്നത്. നമ്മൾ അതിനെ നമ്മുടെ ടപ്പിൾ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ് എന്ന് പറയുന്ന ബൂളിയൻ ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കമ്പാരിസൺ ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കണ്ടീഷൻസ് ട്രൂ ആയിട്ട് വരുന്ന ടപ്പിൾസ് എത്രയെണ്ണം ഉണ്ടോ ആ ടപ്പിൾസിനെ ആയിരിക്കും ഈ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ ടപ്പിൾസിനെ മുഴുവൻ റിട്രീവ് ചെയ്യും. എവിടെ നിന്ന്? എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ, അതായത് നമ്മൾ ഇവിടെ റിട്രീവ് ചെയ്യുമ്പോൾ സാലറി 50,000-ൽ കൂടുതലുള്ള എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്തെ ടപ്പിൾസിനെ എല്ലാമാണ് റിട്രീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര കോളം നെയിംസ് ഉണ്ടോ അതെല്ലാം ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ആട്രിബ്യൂട്ട്സിനെ മാത്രം, എക്സാമ്പിൾ ആയിട്ട് നെയിമും റോൾ നമ്പറും അല്ലെങ്കിൽ നെയിമും അഡ്രസ്സും അല്ലെങ്കിൽ നെയിമും സാലറിയും, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ആട്രിബ്യൂട്ട്സിനെ മാത്രം നമുക്ക് റിട്രീവ് ചെയ്താൽ മതിയെങ്കിൽ അതിനുവേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു സിന്റാക്സ് പോലെ നോക്കുക അല്ലെങ്കിൽ എക്സാമ്പിൾ നോക്കുക. ടി ഡോട്ട് എസ് നെയിം കോമ ടി ഡോട്ട് എൽ നെയിം സച്ച് ദാറ്റ് എംപ്ലോയി ഓഫ് ടി ആൻഡ് ടി ഡോട്ട് സാലറി ഗ്രേറ്റർ ദാൻ 50,000. ഇവിടെയും കേളി ബ്രേസ് ഉള്ളതാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത് നിന്നും സാലറി 50,000-ൽ കൂടുതലുള്ള എംപ്ലോയീസിന്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അങ്ങനെയുള്ള ആ റോസ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനകത്ത്
ചിലപ്പോൾ ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരാം. അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ മതി? എസ് നെയിമും ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ടുകൾ മാത്രം മതി ഡിസ്പ്ലേ ചെയ്താൽ. അത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിനകത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. അതായത് ഒരു എക്സ്പ്രഷനകത്ത് വരേണ്ട 3 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ for each tuple variable t, the range relation R of t, this value is specified by a condition of the form R of t. If we do not specify a range relation, then the variable t will range over all possible tuples in the universe as it is not restricted to any one relation. എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഒരു ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിനകത്ത് ഒരു എക്സ്പ്രഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് റിലേഷൻ സ്പെസിഫൈ ചെയ്തിരിക്കണം. അതായത് നമ്മൾ റിട്രീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടപ്പിൾസ് ഏത് റിലേഷനിൽ നിന്നാകണം എന്നുള്ള കാര്യം കണ്ടീഷനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഈ ബാർ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ റേഞ്ച് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിട്രീവ് ചെയ്യേണ്ട ടപ്പിൾസ് ഏത് റിലേഷനകത്താന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിനെയാണ് റേഞ്ച് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റിലേഷണൽ ഡേറ്റാബേസിനകത്ത് ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാ ടപ്പിൾസിനെ റിട്രീവ് ചെയ്യാനായിട്ട് അതൊരു കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ റിലേഷനായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുക, എ കണ്ടീഷൻ ടു സെലക്ട് പർട്ടിക്കുലർ കോമ്പിനേഷൻസ് ഓഫ് ടപ്പിൾസ് as tuple variables range over their respective range relations. The condition is evaluated for every possible combination of tuples to identify the selected combinations for which the condition evaluates to true. രണ്ടാമത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ടീഷനകത്ത്, അതായത് നമ്മൾ കണ്ടീഷനകത്താണ് ഈ റേഞ്ച് റിലേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് നമ്മൾ കണ്ടീഷൻസിന്റെ പല പല വേരിയേഷൻസും കൊടുക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം സാലറി ഗ്രേറ്റർ ദാൻ ആണെന്ന് പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ നെയിം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പം ID ചിലപ്പം 1 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വേണ്ടത്. അങ്ങനെ പല പല കണ്ടീഷൻസ് വരാം. അപ്പൊ ആ കണ്ടീഷൻസ് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ കണ്ടീഷൻസ് ട്രൂ ആയിട്ടുള്ള ടപ്പിൾസിനെ മാത്രമായിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ റേഞ്ച് റിലേഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. രണ്ടാമത് കറക്റ്റ് ആയിട്ടുള്ള ടപ്പിൾ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടു ബി റിട്രീവ്, റിക്വസ്റ്റഡ് ആട്രിബ്യൂട്ട്സ്, the values of these attributes are retrieved for each selected combination of tuples. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ ടപ്പിൾ വേരിയബിളിന്റെ കൂടെ മറ്റു ആട്രിബ്യൂട്ടുകൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ റിലേഷനകത്തെ, റേഞ്ച് റിലേഷനകത്തെ എല്ലാ ആട്രിബ്യൂട്ടുകളെയും ആയിരിക്കും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്കത് വേണ്ട, സ്പെസിഫിക് ആയിട്ട് കുറച്ച് ആട്രിബ്യൂട്ട്സ് മതിയെങ്കിൽ നമ്മൾ അതിനെ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിനെയാണ് റിക്വസ്റ്റഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നെയിമും അഡ്രസ്സും മതിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നെയിമും റോൾ നമ്പറും ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നെയിമും സാലറി ആണെങ്കിൽ അങ്ങനെ. അങ്ങനെ യൂസറിന് വേണ്ട ആട്രിബ്യൂട്ട്സിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് റിക്വസ്റ്റഡ് ആട്രിബ്യൂട്ട്സ്. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഒരു എക്സ്പ്രഷൻ, ടപ്പിൾ റിലേഷണൽ കാൽക്കുലസിനകത്ത് ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിട്രീവ് the birth date and address of the employee whose name is John B. Smith. എന്താ കൊടുത്തിരിക്കുന്നത്? ജോൺ ബി സ്മിത്ത് എന്ന പേരുള്ള ആളുടെ ബർത്ത് ഡേറ്റും അഡ്രസ്സും റിട്രീവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ബർത്ത് ഡേറ്റും അഡ്രസ്സും മതി. അതുകൊണ്ട് നമ്മൾ ടപ്പിൾ വേരിയബിളിന്റെ കൂടെ എന്ത് കൊടുത്തു? T.B date, T. address എന്ന് പറഞ്ഞു കൊടുത്തു. റേഞ്ച് റിലേഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ആണ്, അത് സ്പെസിഫൈ ചെയ്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെയിം ജോൺ ബി സ്മിത്ത് ഉള്ള ആളുടെയാണ് റിട്രീവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നെയിം, ഫസ്റ്റ് നെയിം ജോൺ ആണോ എന്നുള്ള കാര്യവും, മിഡിൽ നെയിം ബി ആണോ എന്നുള്ള കാര്യവും, ലാസ്റ്റ് നെയിം സ്മിത്ത് ആണോ എന്നുള്ള കാര്യവും കൂടെ ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ആ ആളുടെ ബർത്ത് ഡേറ്റും അഡ്രസ്സും റിട്രീവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്.